ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിസിയിലെ ഡോക്ടറാണ് പറഞ്ഞത് മരുന്ന് വാങ്ങിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വരുമാനത്തിലൂടെ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ള ഒരു അസുഖത്തെ തുടർന്ന് വിദഗ്ധമായ മെഡിക്കൽ പരിശോധനകൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള AP വർക്കിംഗ് മിഷൻ ആശുപത്രിയിലും അതിനുശേഷം എറണാകുളം ലിസി ആശുപത്രിയിലും നടത്തിയ പരിശോധനയിൽ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുധീഷ് തെന്നൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എടക്കാട്ടുവയൽ പഞ്ചായത്തിലാണ്. അപ്പോൾ ഈ എടക്കാട്ടുവയൽ പഞ്ചായത്തിൽ വന്നത് ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന വീഡിയോസിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇത്. സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് എന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചേച്ചി നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ചേച്ചിയുടെ ഒരു വിഷമം നമ്മൾ അറിഞ്ഞിട്ടാണ് ഞാനിന്നിവിടെ വന്നത് എടക്കാട്ടുവയൽ പഞ്ചായത്തിൽ. ചേച്ചി എന്താ കാര്യമുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. എൻ്റെ പേര് ജെറീന. ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് ആണ്. കിഡ്നിയിൽ 5ാമത്തെ സ്റ്റേജാണ്. 5ാമത്തെ സ്റ്റേജാണ്. അതിലൂടെ ഡയാലിസിസിൽ ഒരു പരിധി വരെ ഇതിന് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ കിഡ്നി മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കിഡ്നി കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇതിപ്പോ എവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ലിസിയിലെ ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് വാടക വീട്ടിലല്ലേ ചേട്ടാ? അപ്പൊ അതിന് കിട്ടി എന്താ പറഞ്ഞ ചേട്ടന്? എന്റെ ഒരു ചെറിയൊരു വരുമാനം കൊണ്ടാണ് കാര്യമെല്ലാം നടന്നു പോകുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 മക്കള്. ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സ്. അപ്പൊ എന്റെ ഈ ചെറിയൊരു വരുമാനം കൊണ്ട് ഞാൻ ആർക്കെന്നോ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെറിയൊരു ഫാബ്രിക്കേഷൻ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ പഠിത്തം ഇടയ്ക്കിടയ്ക്ക് വന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം എൻ്റെ വീട്ടിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. 2 പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ വീഴ്ചയിലൂടെ പഞ്ചർ താഴ്ന്നു പോയ ആളാണ്. ചേട്ടന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും പേർക്കും 3 പേർക്കും ഒരേപോലെ ഒരു മാസം മരുന്ന് വാങ്ങിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വരുമാനത്തിലൂടെ പറ്റുന്നില്ല. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു കുടുംബ ചെലവ്, എല്ലാ ചെലവും കൂടെ എനിക്ക് പട്ടിക താങ്ങാൻ കഴിയുന്നില്ല. ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, ഈ ഒരു ചേട്ടന്റെ ചെറിയൊരു വരുമാനം കൊണ്ടാണ് ഇപ്പൊ പല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേച്ചിയുടെ അസുഖം തന്നെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. ഇനിയിപ്പോ ഇതിന് നല്ലൊരു ഫണ്ട് വേണം അല്ലേ ചേട്ടാ? നല്ലൊരു ഫണ്ട് വേണം. അപ്പൊ ആ ഒരു ഫണ്ട് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റാവുന്ന ഒരു ഫണ്ടല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് എങ്ങനെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? പഞ്ചായത്ത് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട്. നാട്ടിൽ നിന്ന് എങ്ങനെയുണ്ട്? നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അവർക്ക് നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നതുകൊണ്ടും എല്ലാം കൊണ്ടും പഞ്ചായത്ത് മെമ്പേഴ്സും പ്രസിഡന്റും നാട്ടുകാരൊക്കെ വളരെ സപ്പോർട്ടാണ് നമുക്ക്. അതല്ലേ? അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുക. ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കഴിയാവുന്ന സഹായം അത് എന്ത് തന്നെയായാലും നിങ്ങൾ അത് അയച്ചു തരിക. കാരണം നിങ്ങൾ തരുന്ന 1 രൂപയാണെങ്കിലും ആ 1 രൂപയ്ക്ക് ഞങ്ങൾക്ക് അത്രയും വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. അതിൽ യാതൊന്നും പറയാനില്ല. കാരണം ഈ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരാവശ്യമാണ്. സത്യാണ് ഇവിടെ വന്ന് കാണണം. ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല. ഇത് മുളന്തുരുത്തി എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ 12ാം വാർഡ് അല്ലേ? 12ാം വാർഡിലാണ്. ഇതേ ഈ സ്ഥലത്തിന് എന്താ പറയാ? വർഗിഞ്ചോട്. അപ്പൊ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണാൻ പറ്റും. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്നല്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അസുഖങ്ങൾ കഴിഞ്ഞ വീഡിയോസുകൾ, ഒരു ബന്ധമില്ലാത്ത കുറേ വീഡിയോസുകൾ, അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ കടന്നു കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തന്നെ 25/6/2024. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കണം. ചേച്ചി ഇപ്പൊ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്? അവര് പറഞ്ഞേക്കണ ഇപ്പൊ ഡയാലിസിസ് ചെയ്യാനായിട്ട് കിട്ടിയേക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ആവും. അതിൽ ക്രിയാറ്റിന്റെ ലെവലൊക്കെ കുറച്ചിട്ട് കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റിയണം. ഒരു കിഡ്നിയെങ്കിലും മാറ്റി വെച്ചാലേ നമുക്ക് കാര്യമുള്ളൂ അല്ലേ? അപ്പൊ അതിന് പിന്നെ ഒരാളെ നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? എന്റെ ബ്രദറിന്റെ ആയിരുന്നു വെക്കാനിരുന്നത്. പക്ഷെ ബ്രദറിന് അങ്ങനെ ഷുഗറിന്റെ കംപ്ലൈന്റ് ഒന്നുകൊണ്ട് മാച്ച് ആയില്ല അല്ലേ? ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ ഇതിലേക്ക് അവരെടുക്കുള്ളൂ. അപ്പൊ ആ ടെസ്റ്റിൽ നമുക്ക് പറ്റിയില്ല. അപ്പൊ ഇനി നമുക്ക് അതിന് പറ്റുന്ന ഒരാളെ കണ്ടെത്തണം. എല്ലാത്തിനും വേണ്ടത് ഫണ്ടാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ വിഷം പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മോൾക്ക് 10 വയസ്സും 6 വയസ്സുമുള്ള 2 മക്കളുടെ
അമ്മയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ അമ്മയെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അത് സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അപേക്ഷയാണ്, എന്താ പറയാൻ വാക്കുകളില്ല ഇവിടെ വന്നപ്പോൾ. സത്യം പറഞ്ഞാൽ ഈ 2 മക്കളെ വളർത്തി വലുതാക്കുക, അവരെ നല്ല നിലയിലാക്കുക, എല്ലാ രക്ഷിതാക്കളുടെയും ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ പെടുന്ന പെടാപ്പാട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു സഹായം ഈ താഴെ കാണുന്ന അക്കൗണ്ടിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ ഈ താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ വിശദമായ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ചറിയുക. ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ ഇവിടുത്തെ ഈ പഞ്ചായത്തും ഈ നാട്ടുകാരും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അരിയിലേക്ക് വന്നത്, അല്ലേ? ഈ ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് രക്ഷപ്പെടുത്താം. നമസ്കാരം, എൻ്റെ പേര് സുചിത്ര. ഞാൻ എടക്കാട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറാണ്. ഇത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിലെ ഒരു അംഗമാണ്. ജെറീന എന്നാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവ് ഷിൻഡോ. ഇവര് നമുക്ക് വളരെ അറിയുന്ന ഒരു ഫാമിലിയാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. തമ്പിച്ചേന്റെയും ലീല ചേച്ചിയുടെയും മകനാണ് ഷിൻഡോ. ഷിൻഡോയുടെ ഒരു ചേട്ടനുണ്ട് ഷിന്നില്. വളരെ കാലം മുമ്പ് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോവുകയും അതുപോലെ തന്നെ നടക്കാനോ അതിന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജെറീന എന്ന് പറഞ്ഞ ചേച്ചിക്ക് കിഡ്നി സംബന്ധമായ രോഗം വരികയും ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളിത് ഡയഗ്നൈസ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനാണ് ആകെയുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഏകദേശം ഒരു 30 ലക്ഷം അടുത്ത് തുക വരും. അപ്പം ഇവരുടെ ഒരു ബ്രദറിന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയെങ്കിൽ പോലും അത് മാച്ച് ആവുകയില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം ഇവിടെ ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. എല്ലാ നാട്ടുകാരെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ, അടുത്ത വാർഡ് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയ ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രചരണം നടത്തി എല്ലാ വാർഡുകളിലും സമീപ പ്രദേശത്തുള്ള എല്ലാ വാർഡുകളിലും പിരിവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മളെ കൊണ്ട് കണ്ടെത്തുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട് ആണ് ഈ ഒരു ഇതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് താഴെയുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ KR ജയകുമാർ, എടക്കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വറങ്ങഞ്ചൂടിലെ പുളിക്കമാലിൽ പ്രിയപ്പെട്ട ജെറീനയോടൊപ്പമാണ്. ജെറീന ഇവിടുത്തെ ഈ പ്രദേശത്തെ ഏറ്റവും നിർധനമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ജെറീനയുടെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമുള്ള ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ട ഷിൻഡോയാണ് ജെറീനയുടെ ഭർത്താവ്. ജെറീനയ്ക്ക് ഈ സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ള ഒരു അസുഖത്തെ തുടർന്ന് വിദഗ്ധമായ മെഡിക്കൽ പരിശോധനകൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള AP വർക്കിംഗ് മിഷൻ ആശുപത്രിയിലും അതിനുശേഷം എറണാകുളം ലിസി ആശുപത്രിയിലും നടത്തിയ പരിശോധനയിൽ 2 വൃക്കകളും പ്രവർത്തനരഹിതമാണ് എന്നുള്ള നിലയിൽ കണ്ടെത്തി. അപ്പോൾ അത് മറ്റ് ചികിത്സകളൊന്നും സാധ്യമല്ല എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായം. ഈ വൃക്കകൾ 2ഉം മാറ്റി, ഒരു വൃക്കയെങ്കിലും പ്രവർത്തനക്ഷമമാകുന്ന നിലയിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. B+ ആണ് അതിൻ്റെ ഗ്രൂപ്പ്. അതിനുവേണ്ടിയുള്ള പലതരത്തിലുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തി. അതിനുവേണ്ടി ലിസി ആശുപത്രിയിലെ സഹോദരൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് കഴിയുമോ എന്ന് പരിശോധിച്ചൊരു ചെക്കപ്പ് നടന്നു. അതിൻ്റെ ക്രോസ് മാച്ചിങ്ങും ഒക്കെ നടന്നെങ്കിലും സഹോദരനും ഉയർന്ന രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ള ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്. അപ്പോൾ അത് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ പിന്നെ മറ്റൊരു മാർഗമെന്ന് പറയുന്നത് അതിന് തയ്യാറായിട്ടുള്ള ആളുകളിൽ നിന്ന് വൃക്ക ശേഖരിച്ചുകൊണ്ട് അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ദുർബലാവസ്ഥയുള്ള ഒരു കുടുംബമാണ്. ഷിൻഡോ ആണെങ്കിൽ ദൈനംദിനമായി കൂലിപ്പണി ചെയ്തിട്ടാണ് ഈ കുടുംബം പുലർത്തുന്നത്. സഹോദരനാണെങ്കിൽ ഒരു അസുഖബാധിതനാണ്. അമ്മയ്ക്കാണെങ്കിൽ ജോലി എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഷിൻഡോയുടെ കുടുംബത്തിലാണെങ്കിൽ ഷിൻഡോയുടെ സഹോദരൻ വളരെ മിടുക്കനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പെട്ടെന്ന് അത് തളർച്ച ബാധിച്ച് അതും ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാത്തവണ്ണം ഇപ്പോൾ എടക്കാട്ടൂർ പഞ്ചായത്തിൻ്റെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ വൃക്ക മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളുടെയും സഹായം അനിവാര്യമാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക മേഖലയാണ്. ഏറ്റവും തികഞ്ഞ കർഷക തൊഴിലാളികളും അടിസ്ഥാന കർഷക ജനവിഭാഗങ്ങളിലും പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു തുക നമ്മുടെ ഈ നാട്ടിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്.
ഇതിനു മുൻപും പല കുട്ടികളുടെയും ഇതുപോലെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചെന്ന് പ്രവർത്തിക്കുകയും പരമാവധി സഹായങ്ങൾ എത്തിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നാട്ടിൽ അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള അതിയായ ആശങ്കയുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയുള്ള പ്രിയപ്പെട്ട ഇതിന് തയ്യാറുള്ള അനുകമ്പയുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയൂ. ഏതാണ്ട് 30 ലക്ഷം രൂപ ആശുപത്രിയിൽ തന്നെ ചെലവ് പ്രതീക്ഷിക്കുമെന്ന് പറയുമ്പോൾ തന്നെ തുടർ ചികിത്സയും ഒക്കെയായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു 50 ലക്ഷം രൂപയെങ്കിലും സമാഹരിച്ചാൽ മാത്രമേ ഈ കുടുംബത്തെ നമുക്ക് കൈത്താങ്ങായി നിൽക്കാൻ കഴിയുള്ളൂ. 2 കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നമാണ്. അമ്മായി വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഷിൻഡോയുടെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം, ഈ വീടിന്റെ പശ്ചാത്തലം എല്ലാം പരിശോധിക്കുമ്പോൾ നാടിന്റെ ഒരു ഒറ്റക്കെട്ടായ കൂട്ടായ്മയുള്ള പ്രവർത്തനം ഉണ്ടെങ്കിലേ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള മഹത്തായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള അഭ്യുദയകാംക്ഷികളുടെയും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ ദർശിക്കുന്നവരുടെയും എല്ലാവരുടെയും വലിയ അനുകമ്പയുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതിന് ഞങ്ങളൊരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ QR കോഡ് ഉൾപ്പെടെയുള്ള സ്കാൻ ചെയ്ത് നമുക്ക് ഇതിലേക്ക് സഹായം എത്തിക്കാൻ കഴിയും. അതിന് ആരക്കുന്നം ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ ഇതിനുവേണ്ടി പ്രത്യേക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ അക്കൗണ്ടിലേക്ക് പണം നൽകി പ്രിയപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണം. ഈ ആവശ്യമായ പണം സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിനാവശ്യമായ ഇതിൻ്റെ എല്ലാ കണക്കുകളും പരസ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകണം. കേരളം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ചികിത്സയ്ക്കും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനും മാതൃക കാണിച്ചിട്ടുള്ള നമ്മുടെ നാടിൻ്റെ കൂട്ടായ പ്രവർത്തനവും ആത്മാർത്ഥമായ പരിശ്രമങ്ങളും ഈ കുട്ടിയോടൊപ്പം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കാം. മാസങ്ങളായി മോള് മരുന്നിലാണ്. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. എല്ലാവരുടെയും സുമൻസാല് മോള് 3-5 മാസമായിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. ഞങ്ങളാകെ പാവപ്പെട്ടൊരു വീട്ടിലാണ്. എൻ്റെ സിൻഡോൻ്റെ ആച്ചനാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഞാനാണെങ്കിൽ വാദം ആയിട്ട് നടക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ നോക്കാനും കരുതാനും മൂത്ത മോനാണെങ്കിൽ അവൻ താഴ്ന്ന ഒരു വശം താഴ്ന്ന കിടപ്പാണ്. ഞങ്ങൾ കരുതാനും കാവലിനും കൊണ്ടുപോട്ട് എനിക്ക് എൻ്റെ മക്കൾ രണ്ട് കുഞ്ഞുങ്ങളോട് 7-ാം മാസത്തിൽ 2 പിള്ളേർ. അതുങ്ങളും വർഷങ്ങളായി എൻ്റെ മോന് ഈ കഷ്ടപ്പാടും ദുരിതമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ മോൻ്റെ അവസ്ഥ ഓർക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് കണ്ണീരല്ല വേറെ ഒന്നും. ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകളുടെ കർത്താവേ, അവൾക്ക് നഷ്ടപ്പെട്ട അവയൊക്കെ എൻ്റെ കർത്താവ് വീണ്ടും കൊടുക്കണമേ. ജീവിപ്പിക്കാൻ കഴിവുള്ള കർത്താവാകുന്ന മാട്ടമേ എൻ്റെ കർത്താവിൻ്റെ കാലം വെച്ചിട്ട് എൻ്റെ മകൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഞങ്ങളെ നോക്കാനും രക്ഷിക്കാനുള്ള മകനും മകളും ഒരു നാളും ദുഃഖിക്കരുതേ എന്ന് ഞങ്ങൾ എപ്പോഴും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. എൻ്റെ യേശുവപ്പനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും എൻ്റെ മകളെ കൈവിടരുതേ എന്ന് പറയാനില്ലാതെ എൻ്റെ ഒരു തമ്പി, ഞാൻ ഷിൻഡോൻ്റെ അപ്പച്ചനാണ്. എനിക്ക് ഈ പണിയെടുക്കാൻ ശാരീരികമായിട്ട് സുഖമില്ലാതിരിക്കുന്ന മനുഷ്യനാണ്. 2 പ്രാവശ്യം അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ വൈഫിനും സുഖമില്ലാതെ തീരെ ആവശ്യമായിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതുപോലെ എൻ്റെ മൂത്ത മകൻ ഷിൽനസ് എന്ന് പറയും. അവന് ഒരു സൈഡ് താവുന്നത്, അവൻ വീട്ടിലവൻ കിടപ്പാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഷിൻഡോയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ കിഡ്നി 2 നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ആയതിനാൽ അതിൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ കേരളത്തിലെല്ലാം ജനങ്ങളും സഹായിച്ച് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അപ്പം എന്നാൽ നമ്മൾ ഇത്രകാരം കേട്ടത് ജനചേച്ചിയുടെ വിഷം പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡത്തെ മെമ്പർ, ചേച്ചിയും ചേട്ടൻ്റെയും അമ്മ സംസാരിച്ചു. ഇവിടെ അതുമാതിരി ചേട്ടൻ്റെ അച്ഛൻ സംസാരിച്ചു. ഇവരെല്ലാം സംസാരിക്കുമ്പോഴും അവരെ വിഷമങ്ങളാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്.
അതുകൊണ്ട് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടെങ്കിലും അതെല്ലാം നമ്മുടെ ജനങ്ങൾ അത് സ്വീകരിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി എന്നുള്ളതാണ്. അതിന് ഏറ്റവും സന്തോഷമുള്ളൊരു നാട് തന്നെയാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ കേരളത്തിൽ ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ ചെറിയ ചേച്ചിയെ പോലുള്ള ഈ ഒരു കുടുംബത്തെയും കൂടി ചേർത്ത് പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരിയിലേക്ക് എത്തും. നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിന് വിടവാങ്ങുകയാണ്. ഗുഡ് ബൈ. സുധീഷ് തേങ്ങ.